എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുതേ. അപ്പോൾ നമ്മുടെ ബോച്ച ഡബിൾ മീനിങ്ങുകളുടെ രാജാവാണ്, അതിനാർക്കും സംശയമൊന്നുമില്ല. കാരണം ഡബിൾ മീനിങ് പറഞ്ഞ് ജയിലിൽ വരെ പോയി കിടന്നു പുള്ളി. അത്രയ്ക്ക് ഡബിൾ മീനിങ്ങിൻ്റെ കാര്യത്തിൽ ഫേമസ് ആയി പുള്ളി. ബോച്ചയുടെ ജ്വല്ലറിയുടെ ഉദ്ഘാടനത്തിൻ്റെ ഇടയിൽ ഹണി റോസിന് മാല ഇട്ട് കൊടുത്തിട്ട് പുറകുവശം കൂടെ കാണിച്ചു കൊടുക്കുക എന്ന തരത്തിലൊക്കെ പറയുണ്ടായി. അപ്പോൾ അതിനൊക്കെ വെച്ചിട്ടാണ് ഹണി റോസ് കേസ് കൊടുക്കുകയും ബോച്ച ജയിലിൽ പോവുകയൊക്കെ ചെയ്ത്. അതിനെല്ലാം ശേഷം ഇപ്പോൾ അടുത്തിടെ മനോരമയുടെ നേരെ ചൊവ്വ എന്ന പ്രോഗ്രാമിൽ ഹണി റോസ് വലിയൊരു ഇൻ്റർവ്യൂ കൊടുക്കുകയുണ്ടായി. ആ സമയത്ത് ഹണി റോസ് ഒരു വാക്ക് പറയുന്നുണ്ട്, ചക്കെന്ന് പറഞ്ഞത് കൊക്കെന്ന് കേട്ടുന്ന്. അതുപോലെയാണ് ഇപ്പം. അപ്പം ഞാൻ ചിന്തിച്ചു പോകണേ, ഒരു ഡബിൾ മീനിങ് പറഞ്ഞ അപ്പം തന്നെ അറസ്റ്റ് നടക്കുമോ? എന്നാൽ നമ്മുടെ നാട്ടിൽ ഇത്രയോ പീഡനങ്ങൾ കാര്യങ്ങളൊക്കെ നടന്നിട്ടും ആ കുറ്റം ചെയ്തവരെയൊക്കെ പിടിക്കാൻ ഒരു താമസം വന്നിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതോടൊപ്പം ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് വന്നു. അതിനകത്ത് ഒരുപാട് നടിമാർ പറഞ്ഞു ഞങ്ങൾ പലപ്പോഴും പീഡനങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. എന്നാൽ അവർ പേരടക്കം വ്യക്തമായി വന്ന് പറഞ്ഞിട്ട് പോലും അറസ്റ്റുകളൊന്നും പെട്ടെന്നൊന്നും നടന്നില്ല. ഹണി റോസ് വന്നിട്ട് ബോച്ചയ്ക്കെതിരെ കംപ്ലൈൻറ്റ് കൊടുത്തു, എന്നെ ഇങ്ങനെ അപമാനിച്ചു, അല്ലെങ്കിൽ ഡബിൾ മീനിങ്ങിൽ എന്നോട് സംസാരിച്ചു, എന്നോട് കമൻ്റ് അടിച്ചു എന്നുള്ള തരത്തിൽ കേസ് കൊടുത്തപ്പോൾ തന്നെ വഴിയിലിട്ടാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. അപ്പോൾ അതിനെ ഒരു വിരോധാഭാസമായിട്ട് എനിക്ക് തോന്നി. എന്തുകൊണ്ടായിരിക്കും പെട്ടെന്ന് ഒരു അറസ്റ്റ് അങ്ങനെ നടത്തിയെന്ന്? കേസ് കൊടുക്കുന്നവരുടെ മനസ്സിൽ എപ്പോഴും അങ്ങനെ ആയിരിക്കുമല്ലോ, ഞാൻ കേസ് കൊടുത്തിട്ട് അവന് 2 കിട്ടണം, അവനെ പിടിച്ച് ജയിലിലിട്ടെ, 2 പോലീസ് ഇടിക്കട്ടെ പൊട്ടിക്കട്ടെ എന്നുള്ള തരത്തിലായിരിക്കും ചിന്തിക്കുക. അത് സക്സസ് കണ്ടോ, അതുകൊണ്ടാണല്ലോ ബോച്ചയെ പിടിച്ച് ജയിലിലിട്ടത്. അതൊക്കെ ശരി തന്നെ. എന്നാൽ ഇതേ കാര്യത്തിന് തന്നെ ബോച്ച വീണ്ടും സംസാരം ആയി വന്നിരിക്കുകയാണ്. നമ്മുടെ കേരളത്തിൽ വൈറൽ താരം മൊണാലിസയെ കൊണ്ടുവന്നിട്ടാണ് ആ പുതിയ ജ്വല്ലറിയുടെ ഉദ്ഘാടനം നടത്തിയത്. കേസിനൊക്കെ ശേഷം മൊണാലിസേനെ കൊണ്ടുവന്നപ്പോൾ എല്ലാവരും പറഞ്ഞു ഹണിക്കെതിരെയാണ് കൊണ്ടുവന്നേ എന്ന തരത്തിൽ പറഞ്ഞു. അത് ഹണിക്കെതിരെയൊന്നുമല്ല. ബോച്ച എന്ന് പറഞ്ഞ വ്യക്തി നല്ല ബിസിനസ് അറിയാവുന്ന ആളാണ്, അത് നമുക്ക് എല്ലാവർക്കും അറിയാലോ. പുള്ളിയുടെ ബിസിനസ് മാർക്കറ്റിംഗ് പുള്ളിയെ തന്നെ വെച്ചാൽ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനൊരു മാർക്കറ്റിംഗ് തന്ത്രം തന്നെയാണ് പുള്ളി ഉപയോഗിച്ചത്. നല്ല നാഷണൽ ചാനലുകളിലെല്ലാം തന്നെ ജ്വല്ലറിയെ കുറിച്ച് സംസാരിച്ചു, ബോച്ചയെക്കുറിച്ച് സംസാരിച്ചു. അങ്ങനെ വരുമ്പോൾ പുള്ളിയുടെ പേരാണ് ഫേമസ് ആകുന്നത്, പുള്ളിയുടെ ജ്വല്ലറിയും ഫേമസ് ആകുക. അത് പുള്ളി ചെയ്ത ബിസിനസ് ട്രിക്കല്ലേ, അത് കറക്റ്റായിട്ട് അത് അവിടെ ആപ്റ്റായിട്ടുള്ള സ്ഥലത്ത് തന്നെ കൊണ്ടു എന്ന് തന്നെ പറയാം നമുക്ക്. ഇതേ ജ്വല്ലറിയുടെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ടൊക്കെ പത്രസമ്മേളനം നടത്തി. അപ്പോൾ അതിനകത്ത് പുള്ളി സംസാരിച്ച കുറച്ച് ഭാഗങ്ങൾ എടുത്തിട്ട് ഇപ്പോൾ എല്ലാവരും പറയുന്നു ബോച്ച ഡബിൾ മീനിങ് സംസാരിച്ചു എന്ന്. എന്നാൽ ഞാനും ആ വീഡിയോ കണ്ടു, എനിക്കങ്ങനെ തോന്നിയില്ല അയാൾ ഒരു ഡബിൾ മീനിങ്ങിൽ അത് സംസാരിച്ചു എന്ന് തോന്നിയില്ല. കാരണം ഇപ്പോൾ ഒരുപാട് ന്യൂസ് റിപ്പോർട്ടേഴ്സ് അവിടെ ഇരിക്കുന്നുണ്ട്. ഇനി അഥവാ ഇത് ഡബിൾ മീനിങ്ങിലെ സംസാരിച്ചെങ്കിൽ ഉറപ്പായും ആ റിപ്പോർട്ടർമാർ ചോദിക്കത്തില്ലേ, നിങ്ങൾ എന്ത് മര്യാദയില്ലാത്ത വർത്താനം ആ ചെറിയ പെൺകുട്ടിയോട് പറയുന്നേ. അപ്പോൾ എല്ലാവരും പറഞ്ഞ ആ പെൺകുട്ടിക്ക് 16 വയസ്സുള്ള പെൺകുട്ടിയോട് മോശമായി അയാൾ സംസാരിച്ചു, അതുകൊണ്ട് തന്നെ അയാൾ ശരിയല്ല എന്നൊക്കെ പറയുമ്പം ഈ കേട്ടിരിക്കുന്ന റിപ്പോർട്ടർമാർ ചുമ്മാ കേട്ടിരിക്കുമോ? പിന്നെ അതുപോലെ നമ്മൾ ഈ തരത്തിലുള്ള ന്യൂസൊക്കെ ഇങ്ങനെ ഡബിൾ മീനിങ് സംസാരിച്ചു അവൾ ഇതല്ല എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഈ മൊണാലിസ എന്ന് പറയുന്ന പെൺകുട്ടി ചെറിയൊരു പെൺകുട്ടിയാണ്. ആ കുട്ടിക്ക് ഇപ്പോൾ കേരളത്തിലും ബോച്ചയാണ് ഇപ്പോൾ ഒരു അവസരം കൊടുത്തത്. കഴിഞ്ഞ ഒരു വീഡിയോ ഞാൻ ഇട്ടിരുന്നു, അതിനകത്ത് ആ കുട്ടി ആക്ടിങ് പഠിക്കാൻ പോകുന്നുണ്ട്. അതോടെ പുതിയ പാഠങ്ങൾ, അതായത് അവൾ എഡ്യൂക്കേഷനൊന്നും ഇല്ലാത്ത കുട്ടിയല്ലേ, അപ്പോൾ അവൾ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അവൾ അവളുടേതായ തലത്തിൽ മുമ്പോട്ട് വരാൻ വേണ്ടിയിട്ട് ഓരോന്നും സ്ട്രഗിൾ ചെയ്ത് ചെയ്യുകയാണ്. അപ്പോൾ എഫോർട്ട് ഇട്ട് തന്നെയായിരിക്കും ചെയ്യുക. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ബോച്ച ഈ പെങ്കൊച്ചിനോട് ഇതേ ഡബിൾ മീനിങ് സംസാരിച്ചു എന്ന തരത്തിൽ പറഞ്ഞത് അങ്ങനെ പറഞ്ഞു കേട്ട് ആ കുട്ടിയുടെ ചെവിയിലെത്തുമ്പോൾ അത് വേറൊരു തരത്തിലാവത്തില്ലേ? ഞാൻ ആ വീഡിയോ 2-3 വട്ടം കണ്ടു നോക്കി, എവിടെയാണ് ഈ ഡബിൾ മീനിങ് സംസാരിച്ചത് എന്നുള്ളത്. എന്തായാലും എൻ്റെ ചിന്തയിലെ കുഴപ്പമാണോ എന്നുള്ളത് എനിക്കറിയില്ല. നിങ്ങൾ കണ്ടു നോക്കിയതിന് ശേഷം കമന്റിലൂടെ എന്നെ അറിയിക്കും. അപ്പൊ നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. इंडिया का दुनिया का सेलिब्रेट एक दिन में हो गया, ये कैसे हो गया? गंगा मैया की कृपा है, मां नर्मदा की। मैं अब माला बेच रही थी, वहाँ किसी भैया ने फोटो वीडियो बना ली, चिपके से वो वायरल हो गई। तो बाद आपका वो माला वगैरह बेचता है ना, वो बिजनेस सब बंद हो गया क्या? मम्मी पापा बेचते। हाँ, फादर मदर कचौड़ा में लगा लिया, पेरेंट्स को मैं तो बेचने के लिए जाती तो लोग परेशान करते हैं, उनकी वजह से नहीं जाती। ഇപ്പൊ ആൾക്കാർ ബുദ്ധിമുട്ടിച്ചോണ്ടിരിക്കും. മാലയിലേക്ക് അല്ല ഇപ്പൊ നോട്ടം, ഇതുവരെ മാലയായിരുന്നു നോക്കിയിരുന്നത്, ഇപ്പൊ മാലയിലേക്ക് നോക്കുന്നില്ല. അപ്പൊ ഈ ഒരു ഭാഗം എടുത്തിട്ടാണ് എല്ലാവരും പറയുന്നത്. ഇപ്പം ബോച്ചെ പറഞ്ഞില്ല, ഇനി ആൾക്കാർ മാലയിലേക്കല്ല നോക്കുന്നത് എന്ന് പറയുന്ന ഭാഗം എടുത്തിട്ട് വേറെ പലയിടത്തിലേക്കുവാ നോക്കുന്നത് എന്ന തരത്തിലാണ് പറയുന്നത്. ആ കൊച്ചിനോട് ബോച്ചെ ചോദിക്കുകയാണ്, ഒറ്റ ദിവസം കൊണ്ട് നീ എങ്ങനെ ഇത്ര ഫേമസ് ആയെന്ന് ചോദിക്കുന്നു. അതിനുശേഷം ചോദിക്കുന്നു ബിസിനസ്സൊക്കെ നന്നായി പോകുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അപ്പനും വീട്ടുകാരും ചേർന്ന് അത് നടത്തുന്നുണ്ടെന്നാണ് പറയുന്നത്. അതിനുശേഷമാണ് പറയുന്നത്, അപ്പോൾ പുള്ളി അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുക. അവിടെ ഇരിക്കുന്നത് ഹിന്ദി പറഞ്ഞത് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുത്തിട്ട് പറയാണ് ബിസിനസ് ഒന്നും വിട്ട് കളഞ്ഞിട്ടില്ല, വീട്ടുകാർ നോക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. അതിനുശേഷം പറയുകയാണ് ഇനി ആരും മാലയിലേക്ക് നോക്കത്തില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? മാലയിലേക്ക് നോക്കത്തില്ല എന്ന് പറഞ്ഞാൽ ആ പെൺകുട്ടിയുടെ ഫേസ് അല്ലേ ഫേമസ് ആയേ, ആ ഫേസിലേക്ക് നോക്കും, അല്ലെ അവളുടെ കണ്ണുകളാണ് ഫേമസ് ആയത്. ആ കണ്ണുകളിലേക്ക് ചാര കണ്ണുള്ള സുന്ദരി എന്നൊക്കെ പറഞ്ഞല്ലേ നമ്മൾ ആ വീഡിയോ കണ്ടതും കേട്ടതും ഷെയർ ചെയ്തും ഒക്കെ. അതല്ലേ അദ്ദേഹം അവിടെ ഉദ്ദേശിച്ചത്? അല്ലാതെ ഇത് വേറൊരു സ്ഥലത്തേക്ക് നോക്കും, വേറെ പലയിടത്തിലേക്ക് നോക്കൂ എന്നൊക്കെ പറയുന്നത് ശരിയാണോ? വേണമെങ്കിൽ നിങ്ങൾ ഒന്നുകൂടെ കേട്ട് നോക്കിക്കോ. മാലയിലേക്കല്ല ഇപ്പൊ നോട്ടം,
ഇതുവരെ മാലയായിരുന്നു നോക്കിയിരുന്നത്, ഇപ്പൊ മാലയിലേക്ക് നോക്കുന്നില്ല. इनकी वजह से नहीं। ഇതുവരെ മാലയിലേക്കായിരുന്നു നോക്കിയിരുന്നത്, ഇപ്പം മാലയിലേക്ക് നോക്കുന്നില്ല എന്ന് പറഞ്ഞാൽ തന്നെ മാല ആർക്കും വേണ്ട എന്നുള്ള അർത്ഥവും വരാലോ അതിനകത്ത്. അങ്ങനെ എനിക്ക് മനസ്സിലായത്. അത് അല്ല എങ്കിൽ അവളുടെ മുഖത്തായിരിക്കും നോക്കുക, അല്ല അവളുടെ കണ്ണുകളിലായിരിക്കും നോക്കാം. മാലയെക്കാളും സൗന്ദര്യമുണ്ട് അവളുടെ മുഖത്തിന്, മാലയെക്കാളും സുന്ദരമാണ് അവളുടെ കണ്ണുകൾ. അങ്ങനെയും ചിന്തിക്കാമല്ലോ. നിങ്ങൾ എന്തുകൊണ്ടാണത് വേറെ പലയിടത്തേക്കും എന്ന് പറഞ്ഞിട്ടാണ് ആൾക്കാർ പറയുന്നത്. അയാൾ വേറെ പലയിടത്തേക്കും നോക്കും എന്ന തരത്തിൽ ഉദ്ദേശിച്ചു എന്ന്. അപ്പം ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പം ഹണി റോസിൻ്റെ ശരീരഘടന വെളിപ്പെടുത്തുന്ന രീതിയിൽ ഡ്രസ്സ് ഇട്ടു. എന്ത് ഉദ്ഘാടനത്തിനാണെങ്കിലും അതൊക്കെയാണല്ലോ ഇട്ടുകൊണ്ട് വരുന്നത് എന്ന് വിചാരിച്ച് ഹണി റോസ് ഒരു മോശം സ്ത്രീയാണെന്ന് ആരെങ്കിലും പറയുന്നുണ്ടോ? ഇല്ലല്ലോ. ഹണി റോസിൻ്റെ വസ്ത്രധാരണം തീരെ ശരിയല്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് ആ പെണ്ണ് പോക്കാണെന്നാണോ അർത്ഥം? അതായത് ഹണി റോസ് എന്ന് പറഞ്ഞ വ്യക്തി പോക്കാണെന്നാണോ അർത്ഥം? അവരുടെ ഡ്രസ്സിനെയല്ലേ അവിടെ പറയുന്നത് എന്ന് പറയുന്ന പോലെയല്ലേ ബോച്ചെ പറഞ്ഞുള്ളൂ. ഈ അവരുടെ മാലയിലേക്ക് ഇപ്പം നോക്കുന്നില്ല. കാരണം അവർ മാല കച്ചവടം ചെയ്തുകൊണ്ടിരുന്ന ഒരു പെൺകുട്ടിയാണ്. അതുകൊണ്ട് തന്നെ മാലയിലേക്ക് ഇപ്പോൾ ആരും നോക്കുന്നില്ല. അതിന് പകരം ഇപ്പോൾ അവളുടെ മുഖത്തേക്ക് നോക്കുന്നു, അല്ലെ അവളുടെ സൗന്ദര്യം നോക്കുന്നു എന്നല്ലേ മീനിങ് ഉള്ളൂ. അത് വളച്ചൊടിച്ച് വേറെ രീതിയിൽ പറഞ്ഞ് 16 വയസ്സുള്ള പെങ്കുച്ചിനോട് ഇതുപോലെ സംസാരിച്ചു എന്നൊക്കെ പറയുമ്പോൾ തീർച്ചയായിട്ടും ആൾക്കാരത് ശ്രദ്ധിക്കും. ഇന്ന് ഹണി റോസിനോട് പറഞ്ഞു, ശരിയാണ്, സമ്മതിച്ചു, അതിനുള്ള ശിക്ഷ പുള്ളിക്ക് കിട്ടി, പുള്ളി ജയിലിലൊക്കെ കിടന്ന ഉള്ള കാര്യം തന്നെ എന്നും വിചാരിച്ചുകൊണ്ട് ഈ പെങ്കുച്ചിനോട് ഈ പറഞ്ഞതെല്ലാം ഡബിൾ മീനിങ് ആണെന്നുള്ള അർത്ഥമൊന്നും അതിന് വരുന്നില്ല. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശം കമൻറ്റ് രൂപേണ അറിയിക്കൂ. മറ്റൊരു വീഡിയോയിൽ ഉടനെ കാണാം. ബൈ.